നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി കൂറ്റനാട് റോഡിലെ കലുങ്ക് നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. പട്ടാമ്പി സ്വദേശി കുറിഞ്ചാമയിൽ വീട്ടിൽ 39 വയസ്സുള്ള നൌഫലിനാണ് പരിക്കേറ്റത്. ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിൽ ബുധനാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവിനെ പ്രദേശവാസികളും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും ചേർന്ന് കുഴിയിൽ നിന്നെടുത്ത് KPSTA ചാലിശ്ശേരി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളോളമായി റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾക്ക് അപകട സൂചന നൽകുന്നതിനാവശ്യമായ ഒരു തരത്തിലുള്ള സൂചനാ ബോർഡുകൾ ഇല്ലെന്നും പ്രദേശവാസികളും യാത്രക്കാരും പറഞ്ഞു. റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് പരിക്കേറ്റ യുവാവിന്റെ ബന്ധുക്കൾ ആരോപിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയിൽ അല്പം ആശ്വാസം. വൈദ്യുതി ഉപഭോഗം കുറയുന്നു. ഇന്നലെ നിയന്ത്രണം വേണ്ടി വന്നില്ലെന്ന് KSEB. മഴ പെയ്ത് ചൂട് കുറഞ്ഞത് ആശ്വാസമായി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതലാണ് അരമണിക്കൂർ വരെ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിച്ചത്. വൈകിട്ട് 6 മണി മുതൽ 12 മണി വരെയുള്ള പീക്ക് അവറിലാണ് വൈദ്യുതി നിയന്ത്രണം. പ്രകൃതി ചതിച്ചതിനാലാണ് ലോഡ് ഷെഡിംഗ് എന്നായിരുന്നു വൈദ്യുതി മന്ത്രിയുടെ വാദം. 10 വർഷം നീണ്ട അവകാശവാദങ്ങളുടെ എല്ലാം ഫ്യൂസ് ഊരിയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. വൈദ്യുതി വിതരണ പ്രസരണ ശൃംഖലയുടെ ആഘാതം ഒഴിവാക്കാൻ നിയന്ത്രണം കൂടിയേ തീരൂ എന്നായിരുന്നു വിശദീകരിച്ചത്. ഊർജ്ജ സെക്രട്ടറി പങ്കെടുത്ത KSEB ഉന്നതതല യോഗത്തിലായിരുന്നു തീരുമാനം. മാലിന്യ സംസ്കരണത്തിന് കേരളത്തിന് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുന്നംകുളം നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി സ്വയം പര്യാപ്തരാകുന്നു. തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് മാലിന്യ സംസ്കരണത്തിന് കേന്ദ്രാവിഷ്കൃത ഫണ്ട് അനുവദിച്ചിരുന്നത്. 60 ലക്ഷം രൂപ ചെലവിൽ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വാങ്ങി. കോർപ്പറേഷനും സമീപത്തുള്ള നഗരസഭ പഞ്ചായത്ത് തലങ്ങളിലെ മാലിന്യ സംസ്കരണം നടപ്പാക്കുന്നതിനാണ് ഫണ്ട് ഉപയോഗിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് കുന്നംകുളം നഗരസഭ ഒരു JCB, 2 ടിപ്പർ ലോറികൾ, 2 ഡീസൽ ഓട്ടോറിക്ഷകൾ, ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉൾപ്പെടെ 6 വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. JCBയും ലോറികളും വാടകയ്ക്കെടുത്താണ് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വന്തമായി വാഹനങ്ങൾ ലഭിച്ചതോടെ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താൻ കഴിയുമെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. JCBയും ടിപ്പർ ലോറികളും ഭാവിയിൽ കൌൺസിലർമാരുടെ ഉത്തരവാദിത്വത്തിൽ വാടകയ്ക്ക് നൽകുന്നതിനും അതുവഴി നഗരസഭയ്ക്ക് ഫണ്ട് കണ്ടെത്താനും കഴിയുന്ന വിധത്തിൽ ബൈലോ തയ്യാറാക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. അതേസമയം വാഹനങ്ങളുടെ മെയിന്റനൻസ് നഗരസഭയ്ക്ക് ഒരു ബാധ്യതയാകുമെന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. ഡ്രൈവറുടെ ശമ്പളം അടക്കമുള്ള ഉത്തരവാദിത്തം നഗരസഭയ്ക്ക് ഉണ്ടാകുന്നത് സാമ്പത്തിക ബാധ്യതയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രധാന വിമർശനം. എന്നാൽ വാഹനം വാടകയ്ക്കെടുക്കാൻ നഗരസഭ ഫണ്ട് ചെലവാക്കുന്നതിനു പകരം സ്വന്തം വാഹനമുള്ളപ്പോൾ നഗരസഭയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് നഗരസഭാ അധികൃതരുടെ വിശദീകരണം. കാട്ടുകാമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച് സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത MS മണികണ്ഠന് കാട്ടുകാമ്പാൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും രജത ജൂബിലി ആഘോഷവും യാത്രയപ്പും നൽകി. ബുധനാഴ്ച വൈകിട്ട് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന രജത ജൂബിലി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മണികണ്ഠൻ നാടിന് മാതൃകയാണെന്നും നാടിന്റെ പൈതൃകവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുകയും രാഷ്ട്രീയം സംവാദാത്മകമായി തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും MLA അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കാണാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കോലാഹലങ്ങൾ കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ തനിക്ക് തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായ സ്ഥാനം ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ ജനങ്ങളോടൊപ്പം നിന്ന് ആ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, അതൊക്കെയാണ് 25 വർഷക്കാലത്ത് നീണ്ട ഈ അനുഭവ ചരിത്രത്തിന്റെ പുറകിലുള്ളത് എന്നാണ് എൻ്റെ തോന്നൽ. പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ പറഞ്ഞു. 25 വർഷം ജനങ്ങളെ സേവിച്ച ഒരു വ്യക്തി 39 വർഷം ബാങ്കിൽ പ്രവർത്തിക്കുക. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം. സഹകരണ മേഖലയിൽ ചീത്തപ്പേരുകൾ, ആരെന്ത് ചെയ്താലും ചീത്തപ്പേരുകളുള്ള ഒരു കാലഘട്ടം. എങ്ങനെ പോയത് ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മണികണ്ഠൻ ഈ കാട്ടാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ഈ ബാങ്ക് നഷ്ടത്തിൽ പോയിരുന്ന ബാങ്ക് ഇത്തവണത്തെ ഓഡിറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ ലാഭകരമായി പോകുന്ന ഒരു ബാങ്ക്. ഇത് മണികണ്ഠനെ പോലുള്ള അപൂർവം വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
കാട്ടുകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാട്ടുകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, കൊച്ചിൻ ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം.എൻ. സത്യൻ, ടി.സി. ചെറിയാൻ, കെ.ടി. ഷാജൻ, എം.എം. അലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം പൌരാവലിയുടെയും 2000 മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതികളുടെയും വിവിധ സംഘടനകളും വ്യക്തികളും മണികണ്ഠന് ഉപഹാരങ്ങൾ നൽകി. സ്വീകരണത്തിന് മണികണ്ഠൻ നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കാണിപ്പയ്യൂർ തോന്നിയങ്കാവ് ഭദ്രകാളി ക്ഷേത്ര പൂര മഹോത്സവത്തോടനുബന്ധിച്ച് രാമധേയം കാണിപ്പയ്യൂർ ദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാദരവും പുരസ്കാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു. ഇൻസ്റ്റാഗ്രാം റീൽസ് മത്സരത്തിലെ വിജയികൾക്കും വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകിയത് കെആർ ഗ്രൂപ്പാണ്. കെആർ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് മാനേജിംഗ് ഡയറക്ടറും BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റും കുന്നംകുളം നിയമസഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെആർ റെജിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തകരായ ചുള്ളിയിൽ വിശ്വനാഥൻ, സത്യഭാമ വിശ്വനാഥൻ എന്നിവരും സന്നിഹിതരായിരുന്നു. നമ്മുടെ ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലെ വിജയികൾക്കുള്ള പൂരാഘോഷത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു രാമധേയം പൂരാഘോഷ കമ്മിറ്റിയാണ് അത് സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ അമ്പലത്തിൽ വെച്ചിട്ട് അവർക്ക് ട്രോഫിയും അതുപോലെ ഉന്നത വിജയം പഠിച്ച കുട്ടികൾക്ക്, നേഴ്സിംഗ് ആണെങ്കിലും ഡോക്ടറേറ്റ് എടുത്ത കുട്ടികൾക്ക് ക്യാഷ് പ്രൈസായിട്ട് അവർ ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവത്തിന് ആറാട്ടോടെ കൊടിയിറങ്ങി. പള്ളിയുണർത്തൽ, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ആറാട്ടുബലി, കിഴക്കേ നടക്കൽ, എഴുന്നള്ളിച്ചു വെക്കൽ എന്നിവയ്ക്ക് ശേഷം കോട്ടപ്പടി സന്തോഷ് മാരാരുടെ വാദ്യ അകമ്പടിയിൽ ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ അക്ഷയ് കൃഷ്ണൻ ഭഗവാന്റെ തിടമ്പേറ്റി താലപ്പൊലിയോടെ ഗ്രാമപ്രദക്ഷിണത്തിനായി പുറത്തേക്ക് എഴുന്നള്ളി. വഴിനീളെ നിർവറകളും ദ്രവ്യങ്ങളും ഒരുക്കി ഭക്തർ പ്രദക്ഷിണത്തെ വരവേറ്റു. മഞ്ജുള വലം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി മേൽപ്പാലം വഴി തിരിച്ച് ക്ഷേത്രത്തിലെത്തി. വീണ്ടും മേള എഴുന്നള്ളിപ്പോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് അനുബന്ധ പൂജാ ചടങ്ങുകൾക്ക് ശേഷം തീർത്ഥക്കുളത്തിൽ ഭഗവാൻ ആറാട്ട് നടത്തി. തുടർന്ന് ഓട്ടപ്രദക്ഷിണം കഴിഞ്ഞ് ഗോവിന്ദനാമ മുഖരിതയോടെ കൊടി ഇറക്കി. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളായ ചന്ദ്രൻ ചങ്കത്ത്, ബാലൻ വാറനാട്ട്, പ്രഭാകരൻ മണ്ണൂർ, രാജു കലാനിലയം, സേതു തിരുവേങ്കിടം, ശശി വാറനാട്ട്, ഹരി കുടത്തിങ്കൽ, രാജു പിരിവഴിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനും അവധിക്കാലം സൃഷ്ടിപരമായി വിനിയോഗിക്കുന്നതിനും വേണ്ടി ചിറവനങ്ങാട് കോൺകോർഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൊബൈൽ ലൈബ്രറി പദ്ധതി ആരംഭിച്ചു. എൻറിച്ച് ദി ഹോളിഡേയ്സ് വിത്ത് ബുക്സ് എന്ന സന്ദേശവുമായി നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. മുൻവർഷം നേടിയ വലിയ വിജയത്തിന്റെ തുടർച്ചയായാണ് ഇത്തവണയും പദ്ധതി വിപുലമായി നടപ്പാക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിന്റെ മുഖ്യ രക്ഷാധികാരി ഒ അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷനായി. ചെയർമാൻ പെൻകോ ബക്കർ, ജനറൽ സെക്രട്ടറി ഉമ്മർ കടങ്ങോട്, മാനേജർ RM ബഷീർ, പ്രിൻസിപ്പൽ സുബൈദ ബേബി, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഗഫൂർ കടങ്ങോട്, അക്കാദമിക് ഡയറക്ടർ സയ്യിദ് ഹാരിസ്, വൈസ് പ്രിൻസിപ്പൽ രാജീവ് പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു. മണത്തല ബേബി റോഡ് പ്രസക്തി ഗ്രാമീണ വായനശാലയിൽ മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന ഉദ്ദേശത്തോടെ വായനാ കളരി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അധ്യാപിക മീര ക്ലാസ് എടുത്തു. വാർഡ് കൌൺസിലർ സന്തോഷ് കരിമ്പൻ, അധ്യാപിക സിമി എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അനിത സ്വാഗതവും ലൈബ്രറിയൻ സോന സുനിൽ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,810 രൂപ, പവന് 1,10,1480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം പുനേർക്കുളം ആൽത്തറ വിശ്വഭാരതി ഗോവിന്ദപുരത്ത് വീട്ടിൽ കൊച്ചുകുട്ടൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. RSS ഗണ്ഡകാര്യവാഹ്, ബാലഗോകുലം താലൂക്ക് രക്ഷാധികാരി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9-ന് ആറ്റുപുറം നിദ്രാലയത്തിൽ നടത്തും. സാവിത്രി ഭാര്യയാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.